Hi everyone, welcome to our today's English session. Today we are going to discuss 6th standard first unit Life with Grandfather script writing. Are you ready? Okay. Okay dears, before preparing our script, I want to tell you something. Please listen. This activity is meant for developing a script for enactment, right? It has got 3 parts. Which are them? Please listen here. Dialogue writing, fixing the events of the story, developing the events into scenes of a script. Okay, നമ്മൾ ഒരു സ്കിറ്റിന് വേണ്ട സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഡയലോഗ്, ആ സ്ക്രിപ്റ്റിന് വേണ്ട ഡയലോഗ് സെറ്റ് ചെയ്യണം, ഡയലോഗ് എഴുതണം. ദെൻ നെക്സ്റ്റ് ഫിക്സിങ് ദ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി, ആ ഓൾ സ്റ്റോറി പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരോ ഇവൻറ്റ്സ് ആയിട്ട് നമ്മൾ ദെൻ നെക്സ്റ്റ് ഫിക്സ് ചെയ്യണം. ഡെവലപ്പിംഗ് ദ ഇവൻറ്റ്സ് ഇൻ ടു സീൻസ് ഓഫ് എ സ്ക്രിപ്റ്റ്, ഈ സ്ക്രിപ്റ്റിലെ ഓരോ ഇവൻറ്റും എടുത്ത് അതിലെ സീനുകൾ വിശദീകരിച്ച് സെറ്റ് ചെയ്യണം. Okay, shall we develop the events into a scene of the skit? Right, you just follow these steps also. First one, fix the events. That we have already done. Here we have total 5 events, right? Then second one, mention the place where each event takes place. ഓരോ ഇവൻറ്റും നടക്കുന്ന സ്ഥലം, അത് കോർട്ട്യാർഡ് ആണെങ്കിൽ, അത് കിച്ചൺ ആണെങ്കിൽ, അങ്ങനെ ഫീൽഡ് ആണെങ്കിൽ ആ സ്ഥലം അത് നമ്മളിവിടെ തന്നെ എഴുതണം. ദെൻ തേർഡ് വൺ, ഫിക്സ് ദ ക്യാരക്ടേഴ്സ് ഇൻ ഈച്ച് ഇവൻറ്റ്, റൈറ്റ്? ക്യാരക്ടേഴ്സിനെയും കഥാപാത്രങ്ങളെ ഇപ്പോൾ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യണം. ദെൻ റൈറ്റ് സ്യൂട്ടബിൾ ഡയലോഗ്സ് ഫോർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആൻഡ് ക്യാരക്ടേഴ്സ്. ഓരോ ഡിഫറെൻറ്റ് സിറ്റുവേഷനിലും ക്യാരക്ടേഴ്സിന് വേണ്ട സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയലോഗ്സ് നമ്മൾ റെഡിയാക്കണം. ദെൻ നെക്സ്റ്റ് വൺ, മെൻഷൻ ദ എൻട്രി, എക്സിറ്റ്, പൊസിഷൻസ്, മൂവ്മെൻറ്റ്സ് ആൻഡ് ആക്ഷൻസ് ഓഫ് ഈച്ച് ക്യാരക്ടർ. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും എൻട്രി, അവർ വരുന്നത്, എക്സിറ്റ് പോകുന്നത്, അവരുടെ പൊസിഷൻ, മൂവ്മെൻറ്റ്സ്, ആക്ഷൻ എല്ലാം നമ്മൾ ഈ സ്ക്രിപ്റ്റിൽ തന്നെ സെറ്റ് ചെയ്യണം. റെഡി? ദെൻ ലാസ്റ്റ് വൺ, മെൻഷൻ ദ യൂസ് ഓഫ് പ്രോപ്പർട്ടീസ്. എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് നമ്മുടെ ഈ സ്കിറ്റിന് വേണ്ടത് എന്നുള്ളത് നമ്മുടെ അവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. പ്രോപ്പർട്ടീസ് മീൻസ് നമ്മുടെ ഒരു സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, പിന്നെ എന്താ ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാഗോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൽ മെൻഷൻ ചെയ്യണം. അതാണ് ഉദ്ദേശിച്ചത്. റൈറ്റ്? ഹിയർ വി ഹാവ് ഡിവൈഡഡ് ദ ഓൾ സ്റ്റോറി ഇൻ ടു 5 main events. Shall we check each one by one? Okay, come on. First one is event number 1. Raja shakes the sandalwood tree. Raindrops shower on him and his grandfather. First one, Raja shake ചെയ്യുന്നു, സാൻഡൽവുഡ് ട്രീ ഷേക്ക് ചെയ്യുന്നു, ബോത്ത് ഓഫ് ദം സോക്ഡ് ആവുന്ന ആ സീന്. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ, event number 2. Grandfather gets angry and runs after Raja. He stumbles and falls. Second one, grandfather ആകെ ദേഷ്യം പിടിച്ച് രാജയുടെ പുറകെ ഓടുന്നതും വീഴുന്നതും. Event number 3. Raja hides in the loft of the cowshed. He observes everything happening at home. രാജ കൗഷഡിലെ ലോഫ്റ്റിലിരുന്ന് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒബ്സേർവ് ചെയ്യുന്നത്, അവൻ അവിടെ ഒളിച്ചിരുന്ന് നോക്കുന്നതാണ് തേർഡ് ഇവൻറ്റ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്ത് എഴുതണം. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, ഇവൻറ്റ് നമ്പർ 4. പീപ്പിൾ മേക്ക് വേരിയസ് കമൻറ്റ്സ് അബൌട്ട് രാജാസ് ഡിസപ്പിയറൻസ്. Grandfather gets angry with the people gathered there and asks them to search for Raja. Okay. ആ വീട്ടിൽ രാജയുടെ മിസ്സിങ് അറിഞ്ഞ് കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ വേരിയസ് കമൻറ്റ്സ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള കമൻറ്റ്സ് പറയുന്നത് കേട്ട് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ദേഷ്യം പിടിക്കുന്നതാണ് 4th ഇവൻറ്റ്സ്. ദ ലാസ്റ്റ് വൺ, ഇവൻറ്റ് നമ്പർ 5.
Grandfather prays to God. When he opens his eyes, he sees Raja in front of him. Raja's uncle had found him hiding in the loft. ഓക്കെ, ലാസ്റ്റ് ഇവൻ്റ് എന്താണ്? ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥിക്കുന്നു, അങ്കിൾ വരുന്നു, രാജയെ ലോഫ്റ്റിൽ നിന്നും കണ്ടുപിടിക്കുന്നു. ഓക്കെ, നൗ വി ക്യാൻ റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് how the all events are developed into a script, right? Okay, event number 1. The stage is decorated with flowers and trees. Raja, a 10-year-old boy, enters from the left side of the stage. Stage full flowers trees. Raja left side നിന്ന് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യും, റൈറ്റ്? രാജ, ഓ ലവ്ലി ഫ്ലവേഴ്സ്, big trees. Once again, I have come here to see you. Who are you, my friends? My pretty butterflies, my sweet cars. ഓക്കെ, രാജ ഫ്ലവേഴ്സിനോടും ട്രീസിനോടും കാർസ് പശുക്കുട്ടീനോടൊക്കെ സംസാരിക്കുകയാണല്ലേ. ഞാൻ നിന്നെ ഒരിക്കൽ കൂടി കാണാൻ വന്നതാണ് നിങ്ങളെ എന്നും പറഞ്ഞിട്ട്. അറ്റ് ദാറ്റ് ടൈം വാട്ട് ഹാപ്പൻ? യെസ്, രാജ sees his grandfather standing under a tree, picking flowers from the jasmine bush. Raja to himself, "Hi, what are you doing there under the tree?" Grandfather, "All the flowers have fallen. I must collect them soon." ഞാൻ താഴെ വീണ് കിടക്കുന്ന പൂവൊക്കെ കളക്ട് ചെയ്യാണ്. എല്ലാ പൂക്കളും താഴെ വീണ് പോയിട്ടുണ്ട്. ഓക്കെ, രാജ, I want to have a shower. Oh tree, give me rain, give me rain. Raja shakes the tree and raindrop shower on grandfather. Grandfather gets angry. Raja hides behind the tree. രാജ ഒരു അല്ലേ, ഒരു ചാറ്റൽ മഴ, ആ മരം കുലുക്കിയിട്ട് ചാറ്റൽ മഴ ഉണ്ടാക്കുന്നു. നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ആകെ ദേഷ്യം വരുന്നു. രാജ മരത്തിൻ്റെ പുറകെ ഒളിക്കുന്നു. ഓക്കെ, ഗ്രാൻഡ് ഫാദർ, "യു ക്രേസി ബോയ്, ഐ വിൽ ടീച്ച് യു എ ലെസൺ." ഗ്രാൻഡ് ഫാദർ പറയുക, ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കുന്നു. ഓക്കെ, ഈവൻ നമ്പർ 2. രാജ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ആർ ഓൺ ദ സ്റ്റേജ്. They are both soaked in water. The old man is running after the boy who runs round the sandalwood tree. Okay, സ്റ്റേജിൽ നമുക്കിപ്പോൾ രാജയെയും ഗ്രാൻഡ് ഫാദറിനെയും കാണാം. ഓക്കെ, ബോത്ത് ഓഫ് ദം സോക്ഡ് ഇൻ വാട്ടർ. വാട്ടറിൽ ഒക്കെ കുതിർന്ന് കിടക്കുക. ഓക്കെ, രാജ മുന്നിലോടുന്നു, ഗ്രാൻഡ് ഫാദർ പുറകെ ഓടുന്നു. സാൻഡൽവുഡ് ട്രീക്ക് ചുറ്റും രണ്ടുപേരും ഓടുന്നു. ഓക്കെ, രാജ ലാഫിങ് അലൗഡ്, "Catch me, grandpa, if you can." എന്നെ പിടിക്കാൻ പറ്റുമോ ചോദിക്കാം. ഗ്രാൻഡ് ഫാദർ ആംഗ്രിലി, "Stop there, you naughty boy, I'll teach you a lesson." Okay, goes on running after Raja angrily. ദേഷ്യം പിടിച്ച് ഗ്രാൻഡ് ഫാദർ പുറകെ ഓടുന്നു. ഓക്കെ, രാജ, "Have you enjoyed the rain, grandpa? Let's have one more rain bath." രാജ ചോദിക്കുക, നമുക്ക് ഒരിക്കൽ കൂടി മഴ അങ്ങനെ നനയ്യ? ഗ്രാൻഡ് പാ എൻജോയ് ചെയ്തു എന്ന്. ഓക്കെ, ഗ്രാൻഡ് ഫാദർ trembles and falls crying. ഗ്രാൻഡ് ഫാദർ എന്തോ തട്ടി വീഴുന്നു, കരയുന്നുണ്ട്. ഗ്രാൻഡ് ഫാദർ, "ഓ കം ക്വിക്ലി, ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ, I have broken my legs, help me." Even number 3. 2 desks and benches are arranged on the stage in the shape of a cowshed with a loft. Raja hides there on the loft. 2 cows in the shed watch the boy. Now on the stage we can see 2 desks and benches are arranged on the shape of a cowshed. Cowshed പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോഫ്റ്റ് ഓൾസോ ദർ. രാജ ഹൈഡ്സ് ദർ ഓൺ ദ ലോഫ്റ്റ്. രാജ എവിടെയാണ് ഇപ്പം ഹൈഡ് ചെയ്തിരിക്കുന്നത്? ലോഫ്റ്റിൻ്റെ മുകളിൽ. അറ്റ് ദാറ്റ് ടൈം 2 cows watch the boy. രാജയെ നോക്കി നിൽക്കുക 2 പശുക്കൾ. They are telling something. Okay, we can listen. Cow 1, "What's this boy doing here?" Cow 2, "He is here after some mischief, I'm sure." രണ്ടാമത്തെ പശു പറയാ, എനിക്ക് ഉറപ്പാണ് അവൻ എന്തോ വികൃതി കാണിച്ച് ഇവിടെ വന്നിരിക്കുകയാണെന്ന്. അപ്പം Cow 1, "Look, he is trying to hide himself." അവനെന്തോ ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലേ. Cow 2, "Really, he fears somebody. That's why he looks out."
അവനാരും പേടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. രാജ ടു ദ ഹൗസ്. സൈലന്റ് പ്ലീസ്, ഗ്രാൻഡ്പാ വിൽ ഫൈൻഡ് മീ. ടു ഹിംസെൽഫ്, ഹൗ ലോങ് ക്യാൻ ഐ റിമെയിൻ ഹിയർ. രാജ പശുക്കളോട് ഒച്ചുണ്ടാക്കല്ലേ, ഗ്രാൻഡ് ഫാദർ എന്നെ കാണുമെന്ന് പറഞ്ഞ് എത്ര നേരം എനിക്കിവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റും തോന്നുന്നില്ല. ഐ എം ഷുവർ മൈ അങ്കിൾ വിൽ ഫൈൻഡ് മീ. ഓ ഗോഡ്, ലെറ്റ് മൈ ഗ്രാൻഡ്പാ കൂൾ ഡൗൺ സൂൺ. ദൈവത്തിന് പ്രാർത്ഥിക്കുക ഗ്രാൻഡ്പാ എത്രയും പെട്ടെന്ന് കൂളാവാൻ വേണ്ടി. Raja looks out. He sees many people in the yard. Scene change. Grandma is sitting in the courtyard weeping. Grandpa enters the scene angrily and shouts. Okay, now on the stage we can see Grandma and Grandpa. Grandma is weeping. At that time, Grandpa enters. Okay, grandfather, go and search. Find the boy at once. Grandmother, stop shouting. You frightened the boy. I heard you threatening my child. Grandfather ഗ്രാൻഡ്മയോട് പറയാ, ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരയാതെ കുട്ടീനെ തിരയാൻ നോക്കുന്നു. അപ്പം ഗ്രാൻഡ് മദർ പറയാണ്, നിങ്ങളിങ്ങനെ ഷൗട്ട് ചെയ്യുന്ന നിർത്തുന്നുണ്ടോ, കുട്ടി നിങ്ങളെ പേടിച്ച് എങ്ങോട്ടോ പോയതാണ്. ടേണിംഗ് ടു ദ സെർവൻസ്, ഗ്രാൻഡ് ഫാദർ സേസ് ആംഗ്രിലി. ഗ്രാൻഡ് ഫാദർ, ഹാവിൻ യു ഗോൺ യെറ്റ്? ഗോ ആൻഡ് ഫെറ്റ് ദ ബോയ് ഇമ്മീഡിയറ്റ്ലി. സെർവൻസിനോട് പറയാം പിന്നെ കുട്ടീനെ പോയി എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ. ഗ്രാൻഡ് ഫാദർ, ഓ ഗോഡ്, പ്രൊട്ടക്ട് മൈ ചൈൽഡ്. ഓക്കെ, ദെൻ ഹി സേസ് ലൗഡ്ലി, ദാറ്റ് നോട്ടി ബോയ് ഈസ് ഹൈഡ് ഇൻ സംവെയർ ഹിയർ. ഐ എം ഷുവർ ഹി വിൽ കം. ആ കുട്ടി വികൃതി ചെക്കൻ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടാവും, എനിക്ക് ഉറപ്പാ. Even number 4, Grandpa's home. A big crowd in front of the house. Some people are talking among themselves. ഗ്രാൻഡ്പയുടെ വീടാണ് ഇപ്പം സ്റ്റേജിൽ കാണുന്നത്. കുറച്ച് ആളുകൾ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവിടെ ഒരു ബിഗ് ക്രൗഡ് വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് മാൻ, സംതിങ് ഹാസ് ഹാപ്പൻ ടു രാജ. ഐ തിങ്ക് ഹീ ഈസ് മിസ്സിങ്. രാജ മിസ്സായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് മാൻ, യെസ് യു ആർ റൈറ്റ്. ഫസ്റ്റ് മാൻ, what a good boy he was. Second man, yes, he was so nice. First man, in a low voice, shh, stop, his grandfather is coming. Second man, okay. Even number 5, grandfather enters and turns towards the family temple, right? Grandfather pleading, oh God, please give me my child back. ഐ കാൺ വെയിറ്റ് എനി ലോങ്ങർ. ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് അമ്പലത്തിൻ്റെ അടുത്തേക്ക് നോക്കിയിട്ട്, എൻ്റെ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഒന്നിവിടെ എത്തിച്ചു തരണേന്ന്. രാജാസ് അങ്കിൾ ഹൂ ഈസ് അബൌട്ട് 40 years ഓഫ് ഏജ് എൻഡേഴ്സ് ബ്രിങ്ങിങ് രാജ അലോങ് വിത്ത് ഹിം. ദേ മൂവ് ടുവേർഡ്സ് ദ ഗ്രാൻഡ് ഫാദർ. ആ സമയത്ത് നമ്മുടെ 40 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ, അതാണ് നമ്മുടെ രാജയുടെ അങ്കിളിൻ്റെ പ്രായം. അദ്ദേഹം രാജേനെയും കൂട്ടിയിട്ട് നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് വരിക. അങ്കിൾ, ഹിയേഴ്സ് യുവർ ലിറ്റിൽ ഡെവിൾ, ഹി വാസ് ഹൈഡിങ് ഇൻ ദ ലോഫ്റ്റ്. അങ്കിൾ രാജയെ കാണിച്ച് ഗ്രാൻഡ് ഫാദറിനോട് പറയാണ്, ഇതാ നിങ്ങളുടെ മകൻ ഒളിച്ചിരിക്കുകയായിരുന്നു എവിടെ, ലോഫ്റ്റിൽ. ഓക്കെ, രാജ മൂവ്സ് ടുവേർഡ്സ് ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദർ ടേൺസ് ആൻഡ് ഫൈൻഡ്സ് രാജ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. ഹി ഹഗ്സ് ഹിം. ഗ്രാൻഡ് ഫാദർ രാജയെ കണ്ട് കെട്ടിപ്പിടിക്കുന്നു. ഗ്രാൻഡ് ഫാദർ, താങ്ക് ഗോഡ് യു ബ്രോട്ട് മൈ സൺ ബാക്ക്. ദൈവത്തിന് നന്ദി പറയാണല്ലേ. രാജ, ഐ എം സോറി ഗ്രാൻഡ്പാ, ഐ വോണ്ട് റിപ്പീറ്റ് ദിസ്, ഐ വോണ്ട് ലീവ് യു ഗ്രാൻഡ്പാ, ഐ ലവ് യു. ഗ്രാൻഡ് ഫാദർ, ഐ ടു ലവ് യു വെരി മച്ച് ഡിയർ, ലവ് യു വെരി മച്ച്. ബോത്ത് ഓഫ് ദം ലുക്ക് towards the temple and pray. All the people gather behind Raja and his grandfather. Okay, last scene le രാജയും ഗ്രാൻഡ് ഫാദറും പ്രേ ചെയ്യുന്നു. ബാക്കി എല്ലാ ആളുകളും അവരുടെ ജസ്റ്റ് ബാക്കിലായിട്ട് നിൽക്കുന്നു. ആ സമയത്ത് കേർട്ടൻ ഫോൾസ്, കേർട്ടൻ താഴുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ സ്കിറ്റിൻ്റെ സ്ക്രിപ്റ്റ്. നിങ്ങൾക്ക് ഇതിലും നല്ലത് എഴുതാൻ കഴിയും. ഓക്കെ, ഓക്കെ ഡിയേഴ്സ്, I think now you will be clear about how to make a script. So you have to make
another script and send to your class teacher, right? Okay dears, next day we can meet with mango pickle, making a mango pickle story. Are you ready? Okay, till that moment, take care. Goodbye.